ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഉയിർപ്പ് കാലത്തിൻ്റെ 4-ാം ഞായറാഴ്ച തിരുസഭ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങളാണ്. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സിനിമയിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഞാനല്ലാതെ പിന്നെ ആര് എന്ന്. ഇവിടെ ഇന്നത്തെ സുവിശേഷ ഭാഗം അവസാനിക്കുമ്പോൾ ഈശോയും പറഞ്ഞു വയ്ക്കുന്ന ഇങ്ങനെയാണ്, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന്. എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും കഷ്ടപ്പാടുണ്ടായാലും വേദനയുണ്ടായാലും കൂടെ ഉണ്ടാകുന്നത് ഈശോ മാത്രമാണ്. ഈശോ എപ്പോഴും നമ്മളോട് പറയുന്ന ആ ഡയലോഗും ഇത് തന്നെയാണ്, ഞാനല്ലാതെ പിന്നെ ആര് നിൻ്റെ കൂടെ നിൽക്കുമെന്ന്. കല്ലറങ്കിലേക്ക് പോയ മഗ്ദലന മറിയത്തിനും മറ്റേ മറിയത്തിനും ദൂതൻ ഒരു ദൗത്യം കൊടുത്തിരുന്നു. വേഗം പോയി ശിഷ്യന്മാരോട് ഉയർത്തെഴുന്നേറ്റ യേശു അവർക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുമെന്നും അവിടെ വെച്ച് അവർ അവനെ കാണുമെന്നും പറയാനായിരുന്നു ദൗത്യം. യേശു തൻ്റെ പീഡാസഹനത്തിൻ്റെ തൊട്ടുമുമ്പുള്ള രാത്രിയിൽ താൻ ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്ക് മുമ്പേ ഗലീലയിലേക്ക് പോകുമെന്ന് പ്രവചിച്ചിരുന്നു. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 32-ാമത്തെ തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ ഗലീലയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. യേശു തൻ്റെ ദൗത്യം ആരംഭിക്കുന്നത് ഗലീലയിലെ സെബുലൂൺ നഫ്താലി പ്രദേശങ്ങളിലാണ്. അതിനെ വിജാതിയരുടെ ഗലീലി എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. ശിഷ്യന്മാർ യേശുവിനെ കാണാൻ പോയത് ഗലീലയിലെ മലയിലേക്കാണ്. ഏത് മലയാണെന്ന് വ്യക്തമായിട്ട് പറയുന്നില്ല. മല എപ്പോഴും ഒരു ദൈവിക വെളിപാടിൻ്റെ സ്ഥലമാണ്. സീനായ് മലയായാലും താബോർ മലയും എല്ലാം വെളിപ്പെടുത്തലുകളുടെ സ്ഥലമായിരുന്നുവല്ലോ. ഗലീലയിലെ മലയിൽ ഉദ്ധിതനായ യേശു തൻ്റെ സർവ്വമഹത്വത്തിലും ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയായിരുന്നു. യേശുവിനെ കണ്ടപ്പോൾ ശിഷ്യന്മാർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു എന്നാണ് സുവിശേഷ ഭാഗം പറയുക. അവരാരാധിക്കുന്നത് യേശുവിൽ ദൈവികത തിരിച്ചറിഞ്ഞതുകൊണ്ടാണ്. യേശു ശിഷ്യന്മാരുടെ മുമ്പിൽ സർവ്വമഹത്വത്തിലും തന്നെ വെളിപ്പെടുത്തുകയായിരുന്നു. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് യേശു പറയുമ്പോൾ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ തിരുവചനം യേശുവിൽ ഇവിടെ പൂർത്തിയാകുകയായിരുന്നു. എല്ലാ ജനങ്ങളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവന് നൽകി. അവൻ്റെ ആധിപത്യം ശാശ്വതമാണ്, അതൊരിക്കലും ഇല്ലാതാവുകയില്ല. അവൻ്റെ രാജ്യത്വം അനശ്വരവുമാണ്. യേശുവിൻ്റെ സാർവത്രികമായ അധികാരത്തിൽ നിന്നുരുത്തിരിയുന്നതാണ് അവിടുന്ന് ശിഷ്യന്മാർക്ക് നൽകുന്ന സാർവത്രിക ദൗത്യം. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനങ്ങളെയും ശിഷ്യപ്പെടുത്തുവിൻ എന്നാണ് പറയുക. യേശുവിൻ്റെ ഉദ്ധാനം രാജാവിൻ്റെ കിരീടധാരണം പോലെയാണ്. ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന രാജ്യത്തിൻ്റെ അധിപൻ. മത്തായിയുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായത്തിൽ കാണുന്നത് പോലെ പരിമിതികളോടുള്ള ദൗത്യമല്ല ഇത്. അന്ന് യേശു അവരോട് പറഞ്ഞത്, നിങ്ങൾ വിജാതിയരുടെ അടുത്തേക്ക് പോകരുത്, സമരിയാക്കാരുടെ പട്ടണത്തിൽ പ്രവേശിക്കുകയും അരുത്. പ്രത്യുത ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്ക് പോകുവാനാണ് അന്ന് പറഞ്ഞു വെച്ചത്. പക്ഷേ ഇപ്പോൾ ആ പരിമിതികളെല്ലാം അവസാനിച്ചു. അപ്പോസ്തലന്മാർ എല്ലാ ജനങ്ങളോടും വചനം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു. വചനപ്രഘോഷണം രക്ഷാകരമായ അറിവിലേക്കും അറിവ് വിശ്വാസത്തിലേക്ക് നയിക്കും. ഈ വിശ്വാസം ജ്ഞാനസ്നാനത്താൽ മുദ്രിതമാകണം. അതുകൊണ്ടാണ് ശാരീരികമായ പ്രചോദനമല്ല രക്ഷാകര സമൂഹത്തിൻ്റെ അംഗത്വത്തിൻ്റെ അടയാളം. പ്രത്യുത പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള ആധ്യാത്മികമായ മുദ്രയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള ജ്ഞാനസ്നാനമാണ് അത് സംഭവിക്കുക. പരിശുദ്ധ ത്രിത്വവും ശിഷ്യന്മാരും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തിൻ്റെ മുദ്രയാണത്. യേശു തൻ്റെ സർവ്വമഹത്വത്തിലും അധികാരത്തിലും ശിഷ്യന്മാർക്ക് 3 കൽപ്പനകൾ നൽകുന്നുണ്ട്. ഒന്നാമത്തത് എല്ലാ ജനങ്ങളെയും ശിഷ്യപ്പെടുത്തുക എന്ന്, രണ്ടാമത് ജ്ഞാനസ്നാനം നൽകുക എന്ന്, മൂന്നാമത് പഠിപ്പിക്കുക എന്ന്. അതോടൊപ്പം അവർക്ക് ഒരു വാഗ്ദാനവും ഈശോ നൽകി വയ്ക്കുന്നുണ്ട്, യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന്. യേശുവിൻ്റെ ജനനത്തിന് മുമ്പ് തന്നെ കർത്താവിൻ്റെ ദൂതൻ ഔസേപ്പിന് പ്രത്യക്ഷപ്പെട്ട് പറയുന്നു, മറിയത്തിൽ നിന്നും ജനിക്കാൻ പോകുന്ന ശിശുവിന് യേശു എന്ന് പേരിടണം. യേശു എന്നാൽ ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന യേശയ്യയുടെ പ്രവചനം അവനിൽ പൂർത്തിയാകാനാണ് സുവിശേഷകൻ പ്രസ്താവിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലെ
എപ്പോഴും കർത്താവിനെ മുറുകെ പിടിക്കാം. കർത്താവ് കാണിച്ച ആ ജീവിത മാതൃക നമ്മുടെ ജീവിതത്തിൽ നമുക്കും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുവാനുള്ള ശക്തിക്ക് വേണ്ടി നമുക്ക് ഇന്നേ ദിവസം നമുക്കും പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.